ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം പഞ്ചമോധ്യായം 27ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നോക്കാം. അതുവരെ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ പഞ്ചമോധ്യായഃ. ശ്രീശുകോവാച ദ്വാരീദ്യുനദ്യാ ഋഷഭകുരൂണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യഗുണാഭിതൃപ്തഃ. സുഖായ കർമാണി കരോതി ലോകോ ന തൈഃ സുഖം വാ അന്യദുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നഃ. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ തൽസാധുപര്യാദിശപത്മശം ന സംരാധിതോ ഭഗവാൻ യേന പുംസാം ഹൃദി സ്ഥിതോ യച്ഛത ഭക്തിപൂതേ ജ്ഞാനം സതത്വാധിഗമം പുരാണം കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതന്ത്രോ ഭഗവാൻസ്ത്രധീശഃ യഥാ സസർജാഗ്രൈദം നിരീഹഃ സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ യഥാ പുനഃഖേസ്വ ഇദം നിവേശ്യ ശ്വേതേ ഗുഹായാം സനിവൃത്തവൃത്തിഃ യോഗേശ്വരാധീശ്വര ഏക ഏതത് അനുപ്രവിഷ്ടോ ബഹുധാ യഥാസീത് ക്രീഡൻ വിധത്തെ ദ്വിജഗോസുരാണാം ക്ഷയമായ കർമാണ്യവതാരഭേദൈഃ മനോ ന തൃപ്യത്യപി ശൃണ്വതാം ന സുശ്ലോകമൗലേശ്ചരിതാമൃതാനി യൈസ്തത്വഭേദൈരധിലോകനാഥ ലോകാനലോകാൻ സഹ ലോകപാലാൻ അജീക്ലപദ്യത്ര ഹി സർവസത്വനികായഭേദോऽധികൃതപ്രതീതഃ യേന പ്രജാനാമുദാത്മകർമ്മരൂപാഭിധാനാം ച ഭിദാം വ്യധത്ത നാരായണോ വിശ്വസൃഗാത്മയോനിരേതച്ഛ നോ വർണ്ണയ വിപ്രവർയ പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദഭീക്ഷ്ണം അതൃപ്നുമശ്ചുല്ലസുഖാവഹാനാം തേഷാമൃതേ കൃഷ്ണമത കഥാമൃതൗഘാത് കസ്തൃപ്നുയാത് തീർത്ഥപദോഭിധാനാത് സത്രേഷു വസ്സൂരിഭിരീഡ്യമാനാത് യഃ കർണനാഡീം പുരുഷസ്യ യാതോ ഭവപ്രദാം ഗേഹരതിം ഛിനത്തി മുനിർവിവിക്ഷുർ ഭഗവദ്ഗുണാനാം സഖാപി തേ ഭാരതമാഹ കൃഷ്ണഃ യസ്മിൻ നൃണാം ഗ്രാമ്യസുഖാനുവാദൈർ മതിർഗൃഹീതാനു ഹരേഃ കഥായാം സാ ശ്രദ്ധധാനസ്യ വിവർദ്ധമാന വിരക്തിമന്യത്ര കരോതി പുംസഃ ഹരേഃ പദാനുസ്മൃതിനിർവൃതസ്യ സമസ്തദുഃഖാത്യയമാശു ധത്തെ താൻ ശോച്യശോച്യാനവിദോരുവാശോചേ ഹരേഃ കഥായാം വിമുഖാനഘേന ക്ഷിണോതി ദേവോ നിമിഷസ്തു യേഷാം ആയുർവൃഥാവാദഗതിസ്മൃതീനാം തദസ്യ കൗഷാരവശർമ്മദാതുർഹരേഃ കഥാമേവ കഥാസുസാരം ഉദ്ധൃത്യ പുഷ്പേഭ്യൈവാർത്തബന്ധോ ശിവായ ന കീർത്തയ തീർത്ഥകീർത്തേ സ വിശ്വജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാര പ്രഗൃഹീതശക്തി ചകാര കർമാണ്യതി പൂരുഷാണി യാനീശ്വര കീർത്തയതാനി മഹ്യം. ശ്രീശുകോവാച സ ഏവം ഭഗവാൻ പൃഷ്ടാ ക്ഷത്രാ കൗഷാരവോ മുനിഃ പുംസാം നിശ്രേയസാർത്ഥേന തമാഹ ബഹുമാനയൻ. മൈത്രേയ ഉവാച സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധ്വനുഗൃഹ്ണതാം കീർത്തിം വിതന്വദാ ലോകേ ആത്മനോധോക്ഷജാത്മനഃ നൈതച്ചിത്രം ത്വയി ക്ഷത്തർ ബാദരായണ വീര്യജേ ഗൃഹീതോനന്യഭാവേ യത്വയാ ഹരിരീശ്വരഃ. മാണ്ഡവ്യശോചാദ് ഭഗവാൻ പ്രജാ സംയമനോ യമഃ ഭ്രാതുഃ ക്ഷേത്രേ ഭുജിഷ്യായാം ജാതഃ സത്യവതീ സുതാത്. ഭവാൻ ഭഗവതോ നിത്യം സമേതഃ സമ്മതഃ സാനുഗസ്യ ച യസ്യ ജ്ഞാനോപദേശായ മാദിശൽ ഭഗവാൻ വ്രജൻ. അഥ തേ ഭഗവദ്ലീലാ യോഗമായോപബൃംഹിതാ വിശ്വസ്തിത്യുദ്ഭവാന്താർത്ഥാ വർണ്ണയാമ്യനുപൂർവശഃ. ഭഗവാനേകാസേദം അഗ്ര ആത്മാത്മനാം വിഭുഃ ആത്മാനാനാം അത്യുപലക്ഷണഃ. സ വാ ഏഷ തദാ ദ്രഷ്ടാ നാപശ്യദൃശ്യമേകരാട് മേനേ സന്തമിവാത്മാനം സുപ്തശക്തിരസുപ്തദൃക്. സ വാ ഏതസ്യ സന്ദ്രഷ്ടു ശക്തിഃ സദസദാത്മികാ മായാ നാമ ഭവ മഹാഭാഗ ഏദം നിർമ്മമേ വിഭുഃ.
കാലവൃത്യാതുമായാം ഗുണമയ്യാമഥോക്ഷജഃ പുരുഷേണാത്മഭൂതേന വീര്യമാധത്ത വീര്യവാൻ തതോ ഭവൻ മഹത്തത്വമവ്യക്താത് കാലജ്യോതിതാത് വിജ്ഞാനാത്മാത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജം സ്തമോനുദഃ. ഇപ്പോൾ 27ാമത്തെ ശ്ലോകത്തിൽ ആ കാലത്തിൻ്റെ പ്രേരണ ഹേതുവായിട്ട് ആ അവ്യക്തത്തിൽ നിന്നും മഹത്തത്വം ആവിർഭവിച്ചു എന്ന് പറഞ്ഞു. വിജ്ഞാനമാകുന്ന ആത്മാവോടുകൂടിയവനും അന്ധകാരത്തെ ദഹിപ്പിക്കുന്നവനുമായിട്ടുള്ള ഈശ്വരൻ അനന്തരം സ്വദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ വിശ്വത്തെ പ്രകടമാക്കി വേർപെടുത്തി എന്ന് പറഞ്ഞു. അടുത്തത് 28ാമത്തെ ശ്ലോകം. സോപ്യംശഗുണ കാലാത്മാ ഭഗവൽ ദൃഷ്ടിഗോചരഃ ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ സിസൃക്ഷയാ. സോപ്യംശഗുണകാലാത്മാ ഭഗവൽ ദൃഷ്ടിഗോചരഃ ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ സിസൃക്ഷയാ. സോപ്യംശഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചരഃ ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ സിസൃക്ഷയാ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചിട്ട് ആ മഹത്തത്വം ഉണ്ടായിട്ടുള്ള മഹത്തത്വം സോപി അതാകട്ടെ ആ മഹത്തത്വം അംശഗുണകാലാത്മാ അംശം ഗുണങ്ങളെ കാലം എന്നിവയ്ക്ക് ഒത്തവിധം അവയ്ക്കൊത്തവിധം ഭഗവത് സൃഷ്ടിക്ക് ഇച്ഛിച്ചിട്ട് ആത്മാനം വ്യകരോദാത്മാ ആ ആത്മാവിൽ വികാരം ഉണ്ടായിരുന്നു. വ്യകരോദാത്മാ വിശ്വാസ്യാസ്യ സിസൃക്ഷയാ. ഭഗവത് ദൃഷ്ടി ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയമാം വണ്ണം താൻ തന്നെ ആ തൻ്റെ രൂപത്തെ വികാരപ്പെടുത്തി. ആത്മാനം വ്യകരോദാത്മാ ആത്മാവിൻ്റെ രൂപത്തെ വികാരപ്പെടുത്തിയിട്ട് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് മാറി, അതിൻ്റെ ഭാവം മാറി എന്നർത്ഥം. അതുപോലത്തെ പദങ്ങൾ അസ്യ വിശ്വസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ സിസൃക്ഷയാ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച സഹ അപി അതാകട്ടെ ആ മഹത്തത്വം അംശഗുണകാലാത്മാ അംശം ഗുണങ്ങൾ കാലം എന്നിവയ്ക്ക് ഒത്തവിധം ഭഗവത് ദൃഷ്ടിഗോചരഃ ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയമാം വണ്ണം ആത്മാ താൻ തന്നെ ആത്മാനം തൻ്റെ രൂപത്തെ വ്യകരോത് വികാരപ്പെടുത്തി. അസ്യ വിശ്വസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ ആ സിസൃക്ഷയാ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച സഹ അപി അതാകട്ടെ ആ മഹത്തത്വം അംശഗുണകാലാത്മാ അംശം ഗുണങ്ങൾ കാലം എന്നിവയ്ക്ക് ഒത്തവിധം ഭഗവത് ദൃഷ്ടിഗോചരഃ ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയമാം വണ്ണം ആത്മാ താൻ തന്നെ ആത്മാനം തൻ്റെ രൂപത്തെ വ്യകരോത് വികാരപ്പെടുത്തി. പദത്തെ ആ അന്വയം അസ്യ വിശ്വസ്യ സിസൃക്ഷയാ സ അപി അംശഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചരഃ ആത്മാ ആത്മാനം വ്യകരോത്. എന്നുകൂടി പറയാം. അസ്യ വിശ്വസ്യ സിസൃക്ഷയാ സഹ അപി അംശഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചരഃ ആത്മാ ആത്മാനം വ്യകരോത്. ഈ പ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച ആ മഹത്തത്വം ആ അംശം ഗുണങ്ങൾ കാലം എന്നിവയ്ക്ക് ഒത്തവിധം ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയമാം വണ്ണം താൻ തന്നെ തൻ്റെ രൂപത്തെ വികാരപ്പെടുത്തി എന്നർത്ഥം. എന്നുകൂടി പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച ആ മഹത്തത്വമാകട്ടെ ആ അംശം ഗുണങ്ങൾ കാലം എന്നിവയ്ക്ക് ഒത്തവിധം ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയമാം വണ്ണം താൻ തന്നെ ആ തൻ്റെ സ്വരൂപത്തെ വികാരപ്പെടുത്തി. അംശം ഗുണം കാലം എന്നിവയോട് കൂടിയ മഹത്തത്വം ഭഗവാന്റെ ദർശനത്തിന് വിഷയീഭവിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ ഇച്ഛിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ വികാരപ്പെടുത്തി എന്നർത്ഥം. ദ്രഷ്ടാവ് മാത്രമായിരുന്നു ദൃശ്യമില്ല എന്ന് മുൻ 24ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ പരിഹാരമായിട്ട് ആ മഹത്തത്വം ആവിർഭവിച്ചു. ആ അവ്യക്തം ദൃശ്യമല്ല, അപ്പോൾ മഹത്തത്വം ദൃശ്യമാണ്. അതിന് അംശം ഗുണം കാലം ഇത്യാദി അവയവങ്ങളുണ്ട്. അങ്ങനെ ദൃശ്യം ആ മഹത്തത്വം രൂപം കൊണ്ടത് കാലത്തിൻ്റെ പ്രചോദനത്തിനത്താലാണ്. അപ്പോൾ ഭഗവാന് സൃഷ്ടി ചെയ്യുവാൻ താല്പര്യമുണ്ടായി.
കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ, ദൃശ്യമായിട്ടുള്ള മഹത്തത്വത്തെ വികാരപ്പെടുത്തി ആ മറ്റു തത്വങ്ങൾക്ക് രൂപം കൊടുത്തു. ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് ആ ഈശ്വരൻ നിമിത്ത കാരണം ആയി തീർന്നു എന്ന് അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീര്യവാനായിരിക്കുന്ന ആ ഭഗവാൻ കാലശക്തിയാൽ ക്ഷോഭിച്ച ഗുണങ്ങളോട് കൂടിയ ആ മായയിൽ ആത്മാംശമായിട്ടുള്ള പുരുഷന്റെ രൂപത്തിൽ ചിതാഭാസ രൂപമായിട്ടുള്ള ആ വീര്യം ആധാനം ചെയ്തു. പിന്നെ കാലപ്രേരിതമായിട്ടുള്ള മായയിൽ തന്നെ ആ മഹത്തത്വമുണ്ടായി. അങ്ങനെ സത്യപ്രധാനം ആയതിനാൽ അപ്രകാശവും തമസ്സിനെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആ മഹത്വത്വം തന്നിലുള്ള വിശ്വത്തെ പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ 28ാമത്തെ ശ്ലോകം ഇപ്പം പറഞ്ഞു. 29ാമത്തെ ശ്ലോകം കൂടി ഇതിലെ അംശഗുണ കാലാത്മാവായിരിക്കുന്ന ആ ആത്മാവ് ഭഗവത് ദൃഷ്ടിഗോചരമായി തീർന്ന ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയിൽ ആഗ്രഹം കൈക്കൊണ്ട് ആത്മാവിനെ മറ്റൊരു തരത്തിലാക്കി. 29ാമത്തെ ശ്ലോകമാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ മഹത്തത്വത്തിൽ നിന്ന് ആ ഈശ്വരാംശമായിരിക്കുന്ന ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനരൂപത്തെ ചിതാഭാസം എന്ന് പേർ പറയുന്നു. ഇത് ലോക സൃഷ്ടിക്ക് നിമിത്തം കാരണമാകുന്നു. അങ്ങനെ സത്വാദികളായിട്ടുള്ള ഗുണങ്ങളും ഈ മഹത്തത്വത്തിലുമുണ്ട്. അങ്ങനെ ഈ ഗുണങ്ങൾ ലോക സൃഷ്ടിക്ക് ഉപാദാന കാരണവുമാകുന്നു. ഗുണങ്ങളെ സാമ്യാവസ്ഥയിൽ നിന്ന് ക്ഷോഭിപ്പിക്കുന്ന ആ ശക്തിസ്വരൂപമായ കാലവും ഈ മഹത്തത്വത്തിൽ ചേർന്നിട്ടുണ്ട്. അതിനാൽ ചിതാത്മാവ്, സത്വാദി ഗുണങ്ങൾ, കാലം എന്നിവയുടെ ചേർച്ച കൊണ്ടുണ്ടായ ഒരു തത്വമാണ് മഹത്തത്വം. ഇതാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന ലോകത്തിൻ്റെ കാരണതത്വം ഈ ശ്ലോകത്തിൽ പറയുക. അപ്പോൾ അടുത്തത് നോക്കാം. മഹത്തത്വാദികുർവാണാദഹന്തത്വം വ്യജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയ മനോമയ. 29ാമത്തെ ശ്ലോകം. മഹത്തത്വാദ് വികുർവാണാദഹം തത്വം വ്യജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയ മനോമയ. അതായത് ആ മഹത്തത്വത്തിൽ നിന്നും അത് വികാരം പ്രാപിച്ചിട്ട് അതിൽ നിന്നും അഹങ്കാരം എന്ന തത്വം ഉണ്ടായി എന്നർത്ഥം. അങ്ങനെ അതിൽ നിന്ന് ആ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള മഹത്തത്വത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള അഹന്തത്വം ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ കാര്യം, കാരണം, കർത്താവ് എന്നിവയ്ക്ക് അവലംബമായിരിക്കുന്നു ഈ മഹത്തത്വം എന്ന് പറയുന്നത്. അപ്പം മഹത്തത്വാദ് വികുർവാണാത്, വികാരം പ്രാപിച്ചിട്ടുള്ള ആ മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം വ്യജായത്, അഹംതത്വം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ഭൂതേന്ദ്രിയ മനോമയ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങളെ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള കാര്യകാരണ കർത്താത്മാ, കാര്യം, കാരണം, കർത്താവ് തുടങ്ങിയിട്ടുള്ള അവയ്ക്ക് അവലംബമായിരിക്കുന്ന ആ അഹങ്കാരം അവിടെ ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിലത്തെ പദങ്ങൾ വികുർവാണാൽ, വികാരം പ്രാപിച്ച മഹത്തത്വാത്, ആ മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം, അഹം എന്ന തത്വം വ്യജായത ഉണ്ടായി. ഭൂതേന്ദ്രിയ മനോമയ, ആ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള ഈ അഹന്തത്വം കാര്യകാരണ കർത്താത്മാ, കാര്യം, കാരണം, കർത്താവ് എന്നിവയ്ക്ക് അവലംബമായിരിക്കുന്നു. എന്നുകൂടി പറയാം. വികുർവാണാത്, വികാരം പ്രാപിച്ച മഹത്തത്വാത്, മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം, എന്ന തത്വം വ്യജായത ഉണ്ടായി. ഭൂതേന്ദ്രിയ മനോമയ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള ഈ അഹന്തത്വം കാര്യകാരണ കർത്താത്മാ, കാര്യം, കാരണം, കർത്താവ് എന്നിവയ്ക്ക് അവലംബമായിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അതിലത്തെ ആ അന്വയം നോക്കാം. വികുർവാണാത് മഹത്തത്വാത് അഹന്തത്വം വ്യജായത ഭൂതേന്ദ്രിയ മനോമയ അഹന്തത്വം, ഭൂതേന്ദ്രിയ മനോമയ കാര്യകാരണ കർത്താത്മാ എന്നുകൂടി പറയാം. വികുർവാണാത് മഹത്തത്വാത് അഹന്തത്വം വ്യജായത ഭൂതേന്ദ്രിയ മനോമയ അഹംതത്വം കാര്യകാരണ കർത്താത്മാ. അതായത് വികാരം പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് അഹമെന്ന തത്വമുണ്ടായി. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുള്ള അഹന്തത്വം
കാര്യം കാരണം കർത്ത എന്നിവയ്ക്ക് അവലംബമായിരിക്കുന്നു. അതായത് ആ മഹത്തത്വ, ഒന്നുകൂടി പറയാം, ആ വികാരം പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം ഉണ്ടാവുന്നു. അങ്ങനെ ആ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരങ്ങളുടെ അഹന്തത്വം കാര്യം കാരണം കർത്ത എന്നിവയ്ക്ക് അവലംബമായിരിക്കുന്നു. ആ മഹത്തത്വത്തെ വികാരപ്പെടുത്തിയപ്പോൾ കാര്യം കാരണം കർത്താവ് എന്നിവ ആത്മാവായുള്ള ഭൂതം, ഇന്ദ്രിയം, മനസ്സ് ഇവയോട് കൂടിയിട്ടുള്ള അഹന്തത്വം രൂപം കൊണ്ടു. ഇവിടെ കാര്യം കാരണം കർത്താവ് എന്നിവയ്ക്ക് അധിഭൂതം, അധ്യാത്മം, അധിദൈവം എന്നർത്ഥം. ഇവ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരസ്യ ലക്ഷണമാഹ കാര്യമധിഭൂതം കാര്യമധ്യാത്മം കർത്തൃ അധിദൈവം തേഷാം ആത്മാ ആശ്രയ എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. ഭൂതം എന്നാൽ പഞ്ചഭൂതങ്ങൾ, അവ അധിഭൂതം. ഇന്ദ്രിയങ്ങൾ എന്നാൽ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അവ അധ്യാത്മം. മനസ്സ് അധിദൈവം. മനസ്സ് അധിഷ്ഠാന ദേവതകളുടെ ഉപലക്ഷണവും ആകുന്നു. മന ഇതി ദേവാനാം അപ്യുപലക്ഷണം ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. അപ്പം അഹങ്കാരം ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ വികൃതിയും, അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രാദികൾ ഉത്ഭവിച്ചതിനാൽ പ്രകൃതിയുമാകുന്നു. അഹങ്കാരം ബുദ്ധിയിൽ നിന്ന് ആണ് ഉണ്ടായതെന്നുള്ളതിനാൽ വികൃതിയാണ്. അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രാദികൾ ഉത്ഭവിച്ചതിനാൽ അത് പ്രകൃതിയുമാകുന്നു. അഹങ്കാരോപി ബുദ്ധേരുൽപദ്യത ഇതി വികൃതി സ ച ഉൽപാദയതീതഃ പ്രകൃതി. എന്നുകൂടി പറയാം. അഹങ്കാരോപി ബുദ്ധേ ഉൽപദ്യത ഇതി വികൃതി സ ച പഞ്ചതന്മാത്രാണ്യുൽപാദയതീതി പ്രകൃതി. അപ്പോൾ ഇവിടെ അഹങ്കാരം, അഭിമാനോ അഹങ്കാര. സാഖ്യസൂത്രത്തിൽ പറയേണ്ട അഹങ്കാരോദീത്യഹങ്കാര കുംഭകാരവത് എന്നാണ് പറയുന്നത്. കുലാലൻ ഘടം നിർമ്മിക്കുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നൊരു ബോധമുണ്ട്. കുലാലൻ എന്ന് പറഞ്ഞാൽ കുശവൻ, ഘടം എന്ന് പറഞ്ഞാൽ കുടം. കുശവൻ കുടം നിർമ്മിക്കുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന ബോധമുണ്ട്. അതാണ് അഹങ്കാരം. സാഖ്യകാരികയിലും ഇതേ നിർവചനം. അഭിമാനോ അഹങ്കാരസ്തസ്മാത് വിവിധ പ്രവർത്തതേ സർഗഃ ഏകാദശശ്ച ഗണാസ്തന്മാത്ര പഞ്ചകസ്യൈവ ആലോചനം അനനയോരന്തേ തയോർവിഷയേ യോയം അഹമത്രാധികൃത ഇത്യാദി രൂപേണാഭിമാനഃ സോ സാധ്വരണ വ്യാപാരത്വാദഹങ്കാരലക്ഷണമിത്യർത്ഥഃ. അതായത് നാം ആലോചിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അങ്ങനെ ചെയ്യുന്നു എന്ന ബോധത്തെ ജനിപ്പിക്കുന്നത് എന്ന് സാരം. അഹങ്കാരം നാം ആലോചിച്ചൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അങ്ങനെ ചെയ്യുന്നു എന്ന ബോധത്തെ ജനിപ്പിക്കുന്നതാണ് അഹങ്കാരം. ഞാൻ എന്ന ബോധം ഏതോ അതാണ് അഹങ്കാരം. കാര്യം കാരണം കർത്ത എന്നിവ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അവ അധിഭൂതം, അധ്യാത്മം, അധിദൈവം എന്നിങ്ങനെയെന്നും പറഞ്ഞുവല്ലോ. അധിഭൂതാദികളുടെ ലക്ഷണം നോക്കണം ഇനി. അധിഭൂതം എന്ന് പറയുന്നത് യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ സർവേഭ്യോ ഭൂതേഭ്യോ അന്തരം യഹ സർവാണി ഭൂതാനി ന വിദുഃ യസ്യ സർവാണി ഭൂതാനി ശരീരം യഹ സർവാണി ഭൂതാന്യന്തരോ യമയതി ഏഷത ആത്മാന്തര്യാമ്യമൃതഃ ഇത്യഭിഭൂതം അധിഭൂതം. യാതൊന്ന്, ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്, യാതൊന്ന് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. അതേസമയം സർവഭൂതങ്ങൾക്കും അന്തർഭാഗത്താണ്, യാതൊന്നിനെ അന്തർഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നു. അതേസമയം സർവഭൂതങ്ങൾക്കും അന്തർഭാഗത്താണ്. യാതൊന്നിനെ ഭൂതങ്ങൾക്കൊന്നും അറിയുന്നില്ല. സർവഭൂതങ്ങളും യാതൊന്നിൻ്റെ ശരീരമാകുന്നു. യാതൊന്ന് സർവഭൂതങ്ങളെയും അന്തർഭാഗത്തു നിന്ന് നിയന്ത്രിക്കുന്നു. അപ്രകാരം അന്തര്യാമിയും അമൃതമയവുമായതേതോ അതാണ് അധിഭൂതം. എന്നുകൂടി പറയാം. യാതൊന്നിനെ, ആ ഭൂതങ്ങളെ ഒന്നും അറിയുന്നില്ല. യാതൊന്ന് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. അതേസമയം സർവഭൂതങ്ങൾക്കും അന്തർഭാഗത്താണ് അത് ഇരിക്കുന്നത്.
യാതൊന്നിനെ ഭൂതങ്ങൾക്കൊന്നും അറിയുന്നില്ല. സർവഭൂതങ്ങളും യാതൊന്നിൻ്റെ ആ ശരീരമാകുന്നു. യാതൊന്ന് സർവഭൂതങ്ങളെയും അന്തർഭാഗത്തു നിന്ന് നിയന്ത്രിക്കുന്നു. അപ്രകാരം അന്തര്യാമിയും അമൃതമയവുമായത് ഏതോ അതാണ് അധിഭൂതം എന്ന് പറയുന്നത്. അധ്യാത്മം എന്ന് പറയുന്നത് യഹ പ്രാണേ തിഷ്ഠൻ പ്രാണാദന്തരഃ യം പ്രാണോ ന വേദ യസ്യ പ്രാണഃ ശരീരം യഃ പ്രാണമന്തരോ യമയതി ഏഷ ആത്മാന്തര്യാമ്യമൃതഃ ഇത്യധ്യാത്മം. പ്രാണനിൽ ഇരിക്കുന്ന പ്രാണാദന്തരഃ, പ്രാണൻ അകത്തായിട്ട് ഇരിക്കുന്നു. യം പ്രാണോ, ആ പ്രാണൻ ന വേദ, അതിനെ അറിയുന്നു. യസ്യ പ്രാണഃ ശരീരം യഃ പ്രാണമന്തരോ യമയതി, ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ പ്രാണൻ. ഏഷ ത ആത്മാന്തര്യാമ്യമൃതം, ആ ആത്മാവിനെ അന്തര്യാമിയായിരിക്കുന്ന ആത്മാവിന് അമൃതമായിരിക്കുന്ന ആ പ്രാണൻ. ഈ ഭൂതം, ആ പ്രകടനത്തിൽ ഈ ഭൂതസ്ഥാനത്ത് പ്രാണൻ എന്ന് സങ്കല്പിച്ചാൽ അതാണ്, പ്രാണനെയാണ് ഇവിടെ അധ്യാത്മമായിട്ട് പറയുന്നത്. അധിദൈവം യസ് തേജസി തിഷ്ഠം തേജസോന്തരഃ യം തേജോ ന വേദ യസ്യ തേജഃ ശരീരം യസ് തേജോന്തരോ യമയതി ഏഷ ത ആത്മാന്തര്യാമ്യമൃതഃ ഇത്യധിദൈവം. യസ് തേജസി, ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രാണേ തിഷ്ഠൻ പ്രാണാദന്തരഃ എന്ന് പറഞ്ഞ പോലെ യസ് തേജസി തിഷ്ഠം, തേജസ് തിഷ്ഠം തേജസോന്തരഃ, അകത്തുള്ള തേജസ്. യം തേജോ ന വേദ, ഏതൊരു തേജസ്സിനെയാണോ അറിയണത്. യസ്യ തേജഃ ശരീരം, അത് തന്നെയാണ് ഈ ശരീരം, തേജസ്സാകുന്ന ശരീരം കൊണ്ട് തേജസ്സായിട്ട് അറിയപ്പെടുന്നു. യസ് തേജോന്തരോ യമയതി, അത് തേജസ്സിൻ്റെ ഉള്ളിലായിട്ട് അത് അങ്ങനെ വർത്തിക്കുന്നു. ഏഷത്തെ ആത്മാന്തര്യാമ്യമൃതഃ, ആത്മാവിന് അമൃതമായിട്ട് അത് അങ്ങനെ വർത്തിക്കുന്നു. ഇത് അധിദൈവം, പ്രാണന്റെ സ്ഥാനത്ത് തേജസ്സായാൽ അതിനെ അധിദൈവം എന്ന് പറയുന്നു. തേജസ്സിനെയാണ് അവിടെ അധിദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു മഹത്തത്വം എന്ന് വികാരപ്പെടുത്തിയ, മഹത്തത്വത്തെ വികാരപ്പെടുത്തിയിട്ട് അവിടെ അഹംതത്വം രൂപം കൊണ്ടു എന്നുള്ള അതാണ്. ഇങ്ങനെ മറ്റൊരു തരത്തിലാക്കിയ ആ മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം ഉണ്ടായി. ഈ അഹങ്കാരം ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ ഭാവങ്ങളെല്ലാം ഏറ്റെടുത്ത് അധിഭൂതം, അധ്യാത്മം, അധിദൈവം എന്നിവയുടെയെല്ലാം അവലംബമായിട്ട് തീർന്നു. ഇനി ഉണ്ടാവാൻ പോകുന്നത് ലോകത്തിൻ്റെ കാരണതത്വം. ഈ തത്വം ഭഗവാന്റെ സങ്കല്പസ്വരൂപമായ ജ്ഞാനത്തിന് വിഷയമായി ഭവിച്ചിരിക്കുന്നു. ഈ തത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വങ്ങളുടെ വികാസത്തിന് കാരണമായിട്ട് ഭഗവാന്റെ സങ്കല്പം നിമിത്തം ഇതിന് വികാരം നേരിട്ടു. അങ്ങനെ വികൃതമായ ആ തത്വത്തിന് അഹംതത്വം എന്ന് പേര്. ഇതിനെ അഹങ്കാരം എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നു. ഈശ്വരൻ ലോകത്തെ സൃഷ്ടിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്നു എന്ന് ഈ തത്വങ്ങളുടെ വികാസത്തിൽ നിന്നും അനുമാനിക്കാവുന്നതിനാൽ തത്വങ്ങളുടെ ഉൽപ്പത്തിക്ക് ഈശ്വരൻ്റെ സങ്കല്പം കാരണം എന്നും ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഈ 28ഉം 29ഉം ശ്ലോകങ്ങളുടേതായിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അർത്ഥം. അടുത്തത് 30ാമത്തെ ശ്ലോകം നോക്കാം. 3 പാദങ്ങളുണ്ട്. വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹന്തത്വാദി കുർവാണാ മനോ വൈകാരികാദഭൂത് വൈകാരികാശ്ചയേ ദേവ അർത്ഥാഭിവ്യഞ്ജനം യതഃ. അപ്പം ഈ അഹങ്കാരം ആകട്ടെ 3 വികാരങ്ങളുടെ ഹേതുവായിട്ട്, അതായത് സത്വം, രജസ്, തമസ്, സാത്വികം, രാജസം, താമസം, ഇങ്ങനെയുള്ള 3 വിധം ആ വികാരങ്ങളെ സാത്വികമായിട്ടുള്ള ആ അഹങ്കാരത്തിൻ്റെ ആ വികാരത്തിൽ നിന്നും, അപ്പോൾ ആ സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ നിന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത്. അതുപോലെ അഭൂൽ, അതുപോലെ അർത്ഥാഭിവ്യഞ്ജനം, ശബ്ദാദി വിഷയങ്ങളുടെ ജ്ഞാനം, യതഃ യാതൊരു തരെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ആ ഇന്ദ്രിയ ദേവതകൾ ഉണ്ടാവുന്നത്. ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരത്തിൻ്റെ വികാരത്തിൽ നിന്നും മനസ്സ് ഉണ്ടായി. ആ മനസ്സിൽ നിന്നും ശബ്ദാദി വിഷയങ്ങളുടെ
ആ ജ്ഞാനം, ആ മനസ്സിലാണ് ശബ്ദാദി വിഷയങ്ങളുടെ ജ്ഞാനം ഉണ്ടായെന്ന്. യാതൊരുത്തരെ ആശ്രയിച്ചാണോ ആ സാത്വികാഹങ്കാരത്തിൽ, അപ്പോൾ അതൊക്കെ ഈ ശബ്ദാദി വിഷയങ്ങളൊക്കെ ആ മനസ്സിനെ ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. ആ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളുടെ ദേവതകളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വൈകാരികം എന്ന് പറയുന്നത് സാത്വികം, തൈജസം, രാജസം, താമസം, ഇങ്ങനെ അഹന്തത്വം 3 വിധം. ഇങ്ങനെ 3ആയി വികാരത്തെ പ്രാപിച്ചപ്പോൾ ആ സാത്വിക ഭാവത്തിൽ നിന്നും മനസ്സുണ്ടായി. ദേവന്മാർ സത്വഗുണപ്രധാനികളാണ്. കാരണം അവർക്ക് ശബ്ദാദി വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹം തത്വാദി കുർവാണാൻ മനോ വൈകാരികാദഭൂത് വൈകാരികശ്ചയേ ദേവ അർത്ഥാഭിവ്യഞ്ജനം യതഃ. പോലത്തെ പദങ്ങൾ അഹം ച, ഈ അഹങ്കാരം അഹന്തത്വമാകട്ടെ, വൈകാരിക സാത്വികം, തൈജസം, രാജസം, വൈകാരിക സാത്വികമായിരിക്കുന്ന സാത്വികം, രാജസം, താമസം ച ഇതി, അങ്ങനെ ഇങ്ങനെ ത്രിധ 3 വിധം വൈകാരിക, 3 വിധം വൈകാരിക, അസാത്വികമായിട്ടുള്ള അഹങ്കാരം 3 വിധത്തിൽ ആയിത്തീർന്ന അഹന്തത്വാത്, ആ അഹങ്കാരത്തിൻ്റെ വികാരങ്ങളിൽ നിന്ന്, വികുർവാണാൽ വികാരത്തിൽ നിന്ന് മനഃ മനസ്സ് അഭൂത് ഉണ്ടായി. അർത്ഥാഭിവ്യഞ്ജനം, ആ ശബ്ദാദി വിഷയങ്ങളുടെ ജ്ഞാനം അതിൽ മനസ്സിൽ നിന്നുണ്ടായി. യതഃ, ആ യാതൊരുത്തരെ ആശ്രയിച്ചാണോ ഏ ദേവാഹ ച വൈകാരിക, ഈ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ആ ഇന്ദ്രിയ ദേവതകൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അഹം ച, അഹങ്കാരമാകട്ടെ, വൈകാരിക, അസാത്വികം, തൈജസം, രാജസം, താമസം, ഇങ്ങനെ 3 വിധം, സാത്വികം, തൈജസം, രാജസം, സാത്വികം, തൈജസം, താമസം ച ഇതി, ഇങ്ങനെ 3 വിധത്തിലുള്ള വൈകാരിക സാത്വികമായിട്ടുള്ള അഹംതത്വാത്, ആ അഹങ്കാരത്തിൻ്റെ വികുർവാണ, ആ വികാരത്തിൽ നിന്ന് മനഃ മനസ്സ് അഭൂത് ഉണ്ടായി. അർത്ഥാഭിവ്യഞ്ജനം, ആ ശബ്ദാദി വിഷയങ്ങളുടെ ജ്ഞാനം യതഃ, യാതൊരുത്തരെ ആശ്രയിച്ചാണോ ഏ ദേവാഹ വൈകാരിക, ആ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ആ ഇന്ദ്രിയ ദേവതകൾ ഉണ്ടായത്. അപ്പോൾ വൈകാരികം, സാത്വികം, തൈജസം, രാജസം, താമസം, ഇങ്ങനെ ആ അഹന്തത്വം 3 വിധത്തിലാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം നോക്കാം. അഹം ച വൈകാരിക സാത്വികം, രാജസം, താമസം ച ഇതി ത്രിധാ വൈകാരികാത് അഹം തത്വാത്, അങ്ങനെ 3 വിധത്തിലായിട്ട് അഹന്തത്വം അത് വികാരം പ്രാപിച്ച വികുർവാണാൽ മനഃ അഭൂത്, അതിൽ നിന്ന് മനസ്സുണ്ടായി. അർത്ഥാഭിവ്യഞ്ജനം യതഃ, ആ ശബ്ദാദി വിഷയങ്ങൾ ഉണ്ടായി. അത് ആ ശബ്ദാദി വിഷയങ്ങൾ ആരെ ആശ്രയിച്ചാണോ ആ ദേവതമാര്, ആ ഇന്ദ്രിയങ്ങളുടെ ദേവതമാര് ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. ജ്ഞാനം യതഃ യേ ദേവാഹ വൈകാരികാഹ, എന്നുകൂടി പറയാം. അഹം ച വൈകാരിക സാത്വികം, താമസം ച ഇതി ത്രിധാ വൈകാരികാത് അഹം തത്വാത് വികുർവാണാൽ മനഃ അഭൂത്. അർത്ഥാഭിവ്യഞ്ജനം ജ്ഞാനം, അർത്ഥാഭിവ്യഞ്ജനം യതഃ യേ ദേവാഹ വൈകാരികാഹ. എന്നുകൂടി പറയാം. അഹം ച സാത്വികം, തൈജസം, താമസം ച ഇതി ത്രിധാ വൈകാരികാത് അഹം തത്വാത് വികുർവാണാത് മനഃ അഭൂത്. അർത്ഥാഭിവ്യഞ്ജനം ജ്ഞാനം, അർത്ഥാഭിവ്യഞ്ജനം യതഃ യേ ദേവാഹ ച വൈകാരികാഹ. അപ്പോൾ ഈ 3 വിധത്തിലെ വികാരങ്ങൾ, സാത്വിക അഹങ്കാരം 3ആയി വികാരത്തെ പ്രാപിച്ചപ്പോൾ സാത്വിക ഭാവത്തിൽ നിന്നും ആ മനസ്സുണ്ടായി. മനസ്സിൽ ആ ദേവന്മാർ സത്വഗുണപ്രധാനികളായിട്ടുള്ളവരാണ്. അവരിൽ നിന്നും അവർ കാരണം അവർക്ക് ശബ്ദാദി വിഷയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നർത്ഥം. അർത്ഥാഭിവ്യഞ്ജനം ശബ്ദാദി പ്രകാശോ ഭവത എന്ന് ശ്രീധരീയത്തിൽ പറഞ്ഞത്. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളാണ് ആ തന്മാത്രകൾ. ആ തന്മാത്രകൾ മനസ്സിൽ നിന്നുമുണ്ടായി. അവയെ അനുഭവിച്ചറിയാനുള്ള ശക്തിയത്രേ അർത്ഥാഭിവ്യഞ്ജനം. ഇത് സാത്വികമായിട്ടുള്ള ദേവതമാർക്കാണ് ഇതിനെയൊക്കെ ആ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളെ അറിയാൻ, ആ
ദേവതമാർക്കാണ് സാധിക്കുക. മനസ്സുകൊണ്ടാണല്ലോ ഈ തന്മാത്രകളെ അനുഭവിക്കുന്നത്. അതിനാൽ മനസ്സിനെ അധിദൈവം എന്ന് വിശേഷിപ്പിക്കുന്നു. അഹന്തത്വം സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 പ്രകാരത്തിൽ വികാരത്തെ പ്രാപിച്ചു. അതിൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് അധിദൈവമായിട്ടുള്ള മനസ്സുണ്ടായി എന്നർത്ഥം. സാത്വികത്തിന് വൈകാരികം അഥവാ വൈകൃതം എന്ന് സംജ്ഞ പൂർവാചാര്യന്മാർ നൽകിയതാണെന്ന് ആ സാഖ്യകാരിക വ്യാഖ്യത്തിൽ പറയുന്നുണ്ട്. രാജസത്തിന്റെ തേജസ്സിൽ നിന്ന് സാത്വികവും താമസവും ഉത്ഭവിക്കുകയാൽ രാജസത്തെ തൈജസം എന്ന് വിശേഷിപ്പിക്കുന്നു. അഹങ്കാരം സാത്വികം, രാജസം, താമസം ഇങ്ങനെ 3 തരത്തിലാണ്. അങ്ങനെ വികാരം പ്രാപിച്ച സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്ന സത്വപ്രധാനങ്ങളായിട്ടുള്ള അത്യദേവതകളും ഉണ്ടായി. മുകളിൽ വിവരിച്ച വിധം ആ ഈശ്വര സങ്കല്പ നിമിത്തം വികാരത്തെ പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരതത്വമുണ്ടായി. അങ്ങനെ മഹത്തത്വമാകുന്ന ആ കാരണത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഇതിനെ കാര്യം എന്ന് പറയാം. ഇനി ഉണ്ടാവാൻ പോകുന്ന തത്വങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നത് കൊണ്ട് ഇത് തന്നെ കാരണം എന്നുള്ള പേരിനും പാത്രമായി. അങ്ങനെ ഈ തത്വത്തിൽ പ്രകാശിക്കുന്ന ജ്ഞാനം ചിദാഭാസൻ സർവത്തിനും കർത്താവും ആയിരിക്കുന്നതിനാൽ ഇതിനെ തന്നെ കർത്താവ് എന്ന് പറയാം. കാര്യം എന്നുള്ള വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്ന വസ്തുക്കൾ ആകാശാദിഭൂതങ്ങൾ ആകുന്നതിനാൽ കാര്യശബ്ദത്താൽ ഭൂതങ്ങളെ സൂചിപ്പിച്ചു. ഇതിനെ തന്നെ അധിഭൂതം എന്ന ശബ്ദത്താൽ ഇനിമേൽ പല സ്ഥലത്തും പറയും. കാരണം എന്ന ശബ്ദത്താൽ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനെ അധ്യാത്മം എന്ന് ഇതിനാൽ വ്യവഹരിക്കുന്നതായിട്ട് കാണാം. മനസ്സ് എന്നത് ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ദേവന്മാരെ സൂചിപ്പിക്കുന്നു. ആകയാൽ ഈ മഹത്തത്വം ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ദേവന്മാരുടെയും ഒരു സംഘമാകുന്നു. അത് അധിഭൂതം. അധ്യാത്മം, അധിദൈവം, അധിഭൂതം എന്ന 3 നാമധേയങ്ങളും അതിന് കാരണമായിരിക്കുന്ന 3 വിധം വികാരങ്ങളും ഈ വിധം ഇങ്ങനെ ഉണ്ടായി. ഏകമായിരിക്കുന്ന അഹംതത്വം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ ഇങ്ങനെ 3 വിധക്കാരുടെ ഉൽപ്പത്തിക്ക് കാരണം ആയത് എങ്ങനെയെന്ന് കാണിക്കുന്നു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം ഇങ്ങനെ അഹംതത്വം 3 വിധത്തിലുണ്ട്. അങ്ങനെ സത്വാധിക്യം നിമിത്തം സാത്വികം, രജസിന്റെ ആധിക്യം നിമിത്തം രാജസം, തമസിന്റെ ആധിക്യത്താൽ താമസം. സത്വം പരിശുദ്ധമായതിനാൽ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ദേവന്മാർ ഉണ്ടായത്. ശബ്ദാർത്ഥ രൂപ രസഗന്ധങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതഗുണാധിക്യ ന്യൂനതകൾ ഭൂതങ്ങളും ഉണ്ടായി. ഇപ്രകാരം ഏകമായിട്ടുള്ള അഹംതത്വം ഗുണാധിക്യ ന്യൂനതകൾ നിമിത്തം 3 വിധങ്ങളായിട്ടുള്ള ഭൂതേന്ദ്രിയ ദേവതകളുടെ ഉൽപ്പത്തിക്ക് കാരണമായി. പിന്നെ ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യ അഹം ധൃത അഹം തത്വാദി കുർവാണാൻ മനോ വൈകാരികാദഭൂത് വൈകാരികാശ്ചയേദേവ അർത്ഥാഭിവ്യഞ്ജനം യതഃ. അടുത്തത് തൈജസാനിന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിർ യതഃ ഖം ലിംഗമാത്മനഃ. തൈജസാനിന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിർ യതഃ ഖം ലിംഗമാത്മനഃ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും തൈജസാനിന്ദ്രിയാണ്യേവ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണമായിട്ടുള്ള ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിർ യതഃ ഖം ലിംഗമാത്മനഃ. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണമായതും ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യം തമോ ഗുണമായതും ആയ അഹങ്കാരതന്മാത്ര യാതൊന്നിൽ നിന്നും ആകാശമെന്ന ഭൂതം തൻ്റെ ശബ്ദഗുണത്താൽ ജ്ഞാപകം അവിടെ ആകാശം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ നിന്നും ആകാശം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആ ഭൂതാദി തന്മാത്രകളിൽ നിന്നും താമസം അഹങ്കാരത്തിൽ നിന്നും ആകാശം ഉണ്ടായി.
ജ്ഞാനകർമ്മ യൂനി ഇന്ദ്രിയാണി തൈജസാനി ഏവ. അർത്ഥം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണമയമായതും ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യം താമസഹച്ച തമോ ഗുണമായതും ആയ അഹങ്കാരം അത്രേ. അപ്പോൾ യതഃ യാതൊന്നിൽ നിന്ന് ആകാശമെന്ന ഭൂതം ഖം ആത്മനഃ തൻ്റെ ശബ്ദഗുണത്താൽ ലിംഗം ജ്ഞാപകമാവുന്നു. ഒന്നുകൂടി പറയാം. ജ്ഞാനകർമ്മയോനി ഇന്ദ്രിയാണി തൈജസാനി ഏവ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണമായതും ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യം താമസ തമോ ഗുണവും ആയ അഹങ്കാരം ആണ്. ആ യാതൊന്നിൽ നിന്നും ഖം ആകാശമെന്ന ഭൂതം ആത്മനഃ തൻ്റെ ശബ്ദഗുണത്താൽ ജ്ഞാപകമാകുന്നു, ലിംഗം ജ്ഞാപകമാവുന്നു. അപ്പോൾ ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആ രാജസാഹങ്കാരം ആകണം. ആ താമസാഹങ്കാരം എന്ന അഹങ്കാരതത്വം അത് ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യത്തേതായിരിക്കുന്ന ശബ്ദം എന്ന ആ ശബ്ദത്തിൽ നിന്ന് ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായിരിക്കുന്ന ആകാശം ആവിർഭവിച്ചു എന്നാണ്. അപ്പോൾ അതിലത്തെ ആ അന്വയം ജ്ഞാനകർമ്മമയാനി ഇന്ദ്രിയാണി തൈജസാനി ഏവ ഭൂതസൂക്ഷ്മാദിഹി താമസഃ ച യതഃ ഖം ആത്മനഃ ലിംഗം. ഒന്നുകൂടി പറയാം. ജ്ഞാനകർമ്മമയാനി ഇന്ദ്രിയാണി ഏവ ഭൂതസൂക്ഷ്മാദിഹി താമസഃ ച യതഃ ഖം ആത്മനഃ ലിംഗം. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണമായതും ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യം തമോ ഗുണമായതും ആയ അഹങ്കാരം ആവുന്നു. യാതൊന്നിൽ നിന്നും ആകാശമെന്ന ഭൂതം ജ്ഞാപകമാവുന്നു ആണ് പറഞ്ഞത്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരമാകുന്നു. ആ താമസം എന്ന അഹന്തത്വം ഭൂതസൂക്ഷ്മങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള ആ ശബ്ദമാകുന്നു. അതൊരു യാതൊരു ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായിരിക്കുന്ന ആകാശം ആവിർഭവിക്കുന്നു. ഭൂതസൂക്ഷ്മങ്ങൾ എന്നാൽ പഞ്ചീകരണത്തിന് വിധേയമാകാത്ത പഞ്ചഭൂതങ്ങൾ, അവയുടെ ആദ്യത്തേത് ശബ്ദം എന്നർത്ഥം. അപ്പോൾ ഭൂതസൂക്ഷ്മാദി എന്നത് ഭൂതസൂക്ഷ്മാദി ആകാശശരീരം ബ്രഹ്മ. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്, ശ്രീധരീയത്തിൽ പറയുന്നത് ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചോൽപത്തി എന്ന് കാണിക്കുന്നതാണ്. ശ്രുതിവാക്യങ്ങൾ അസംഖ്യമാണ്. ആദ്യത്തെ അത് ബ്രഹ്മം ശബ്ദബ്രഹ്മമാണ്. ആകാശശരീരം ബ്രഹ്മ ശ്രീധരീയം. ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചോൽപത്തി എന്ന് കാണിക്കുന്ന ശ്രുതിവാക്യങ്ങൾ ഈ വിഷയം ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും വിശദപരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് തൈജസാൻ ഇന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിർ യതഃ ഖം ലിംഗമാത്മനഃ. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരം കാര്യങ്ങൾ തന്നെ. താമസാഹങ്കാരം ഭൂതസൂക്ഷ്മമായിരിക്കുന്ന ശബ്ദത്തിൻ്റെ കാരണമാണ്. ആ ശബ്ദത്തിൽ നിന്നും ഭഗവാന്റെ ശരീരഭൂതമായിരിക്കുന്ന ആകാശം ഭവിക്കുന്നു. അറിവിനും ആ പ്രവൃത്തിക്കും കാരണഭൂതങ്ങളായിരിക്കുന്ന ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണപ്രധാനമായിരിക്കുന്ന അഹംതത്വത്തിൽ നിന്നും ഉണ്ടായവ തന്നെ. ആകാശാദി സ്ഥൂലഭൂതങ്ങളും ശബ്ദാദികളായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളും താമസാഹം തത്വത്തിൽ നിന്ന് ഉണ്ടായവയാകുന്നു. ശബ്ദഗുണമായിരിക്കുന്ന ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന പരമതത്വം. ഇതാണ് ഈ ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അർത്ഥം. അടുത്തത്, കാലമായ അംശയോഗേന ഭഗവത് വീക്ഷിതം നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം.
കാലമായാംശയോഗേന ഭഗവദ്വീക്ഷിതം നഭഃ നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേനിലം. അതായത് കാലം, അംശം, മായ ഇവയുടെ ചർച്ചയോട് കൂടിയിട്ടുള്ള ആ ആകാശം, കാലം, മായ ഇവയുടെ അംശത്തോട് കൂടിയിട്ടുള്ള ആകാശമുണ്ടായി. കാലമായാംശയോഗോ ഭഗവത് വീക്ഷിതം നഭഃ, ആ ഈശ്വരന്റെ സങ്കല്പത്താൽ ആ നഭസ്, ആ ആകാശം ഉണ്ടായി. അതിൽ നിന്ന് നഭസോനുസൃതം, അതിൽ നിന്ന് സ്പർശം, സ്പർശം എന്നുള്ള അതിന് അനുസൃതമായിരിക്കുന്ന ആ വികാരം ഉണ്ടായി. വികാരം പ്രാപിച്ച് അനിലം, അതിൽ നിന്നും വായു എന്ന ഭൂതത്തെ നിർമ്മിച്ചു. അതിൽ നിന്നും വായു എന്ന ഭൂതത്തെ നിർമ്മിച്ചു എന്നർത്ഥം. കാലമായാംശയോഗേന ഭഗവത് വീക്ഷിതം നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. ആ വായു ആ ആകാശത്തിൽ നിന്നാണ് ഉണ്ടായതെന്നർത്ഥം. അപ്പൊ കാലമായാംശയോഗേന, കാലം, മായ, അംശം ഇവയുടെ ചേർച്ചയോടുകൂടിയ നഭസ് ആകാശമുണ്ടായി. ഭഗവൽ വീക്ഷിതം ഈശ്വരന്റെ സങ്കല്പപ്രകാരം നഭസഹ ആകാശത്തിൽ നിന്ന് സ്പർശം അനുസൃതം ഉണ്ടായി. വികുർവൻ അത് വികാരം പ്രാപിച്ചിട്ട് അനിലം വായു എന്ന ഭൂതത്തെ നിർമ്മിച്ചു. എന്നുകൂടി പറയാം. കാലമായാംശയോഗേന കാലം, മായ, അംശം ഇവയുടെ ചേർച്ചയോടുകൂടിയ നഭഃ ആകാശമുണ്ടായി. ഭഗവൽ വീക്ഷിതം ഈശ്വരന്റെ സങ്കല്പപ്രകാരം നഭസഹ ആകാശത്തിൽ നിന്ന് സ്പർശം അനുസൃതം ഉണ്ടായി. വികുർവൻ അത് വികാരം പ്രാപിച്ചിട്ട് അനിലം വായു എന്ന ഭൂതത്തെ നിർമ്മിച്ചു. കാലം, മായ, അംശം ഇവയുടെ സംയോഗം ഹേതുവായിട്ട് ഭഗവതിച്ഛപ്രകാരം ആകാശം രൂപാന്തരപ്പെട്ട് സ്പർശം എന്ന ഗുണത്തോടു കൂടിയ വായുവിനെ സൃഷ്ടിച്ചു എന്നർത്ഥം. അപ്പം അതിലത്തെ അർത്ഥം ഒന്നുകൂടി നോക്കാം. കാലമായാംശയോഗേന കാലം, മായ, അംശം ഇവയുടെ ചർച്ചയോടുകൂടിയ നഭഃ ആകാശമുണ്ടായി. ഭഗവൽ വീക്ഷിതം ഈശ്വരന്റെ സങ്കല്പപ്രകാരം നഭസഹ ആകാശത്തിൽ നിന്ന് സ്പർശം അനുസൃതം ഉണ്ടായി. വികുർവൻ അത് വികാരം പ്രാപിച്ച് അനിലം വായുവെന്ന ഭൂതത്തെ നിർമ്മമേ. അപ്പം അതിൻ്റെ അന്വയം കാലമായാംശയോഗേന നഭഃ ഭഗവത് വീക്ഷിതഃ നഭസഃ സ്പർശം അനുസൃതം വികുർവൻ അനിലം നിർമ്മമേ. എന്നൂടി പറയാം. കാലമായാംശയോഗേന നഭഃ ഭഗവത് വീക്ഷിതം നഭസഃ സ്പർശം അനുസൃതം വികുർവൻ അനിലം നിർമ്മമേ. അപ്പോൾ ഭഗവാന്റെ കൃപാദൃഷ്ടിക്ക് പാത്രമായി തീർന്ന ആകാശം, തന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള സ്പർശത്തെ കാലം, മായ, ചിദാഭാസം എന്നിവയുടെ സഹായത്തോടെ രൂപാന്തരപ്പെട്ട് വായുവിനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ആകാശമാകുന്ന കാരണത്തിൽ നിന്നുമുണ്ടായ കാര്യത്തെ പറയുന്ന കാലശക്തി, പരിണാമശക്തി, ചിച്ഛക്തി ഇവയോട് ചേർന്നിരിക്കുന്ന ആകാശം ഭഗവാന്റെ സങ്കല്പത്തിൽ നിന്നും വിഷയമായി തീർന്നപ്പോൾ അതിൽ നിന്നും സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ വായുവായിട്ട് ഭവിച്ചു. ആ വായുവിന് വികാരം നേരിട്ടപ്പോൾ ആകാശയുക്തമായതിനാൽ അധികം ബലത്തോടുകൂടിയ ആ വായുവിൽ നിന്നും രൂപതന്മാത്രകൾ ഉൽപ്പത്തിക്കുക. അത് അടുത്ത ഇതിലാണ് പറയുന്നത്. ഉള്ള തേജസ് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ അനിലോപി വികുർവാണ നഭസോരു ബലാൻവിത സസർജ രൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. അനിലോപി വികുർവാണോ നഭസോരു ബലാൻവിത സസർജ രൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. അതായത് തൻ്റേതായിരിക്കുന്ന ആ സ്പർശത്തിൻ്റെ ശക്തിയോട് കൂടിയിരിക്കുന്ന ആ വായു ആകാശത്തോടും കൂടി ചേർന്നിട്ട് രൂപാന്തരം പ്രാപിച്ച് ആ രൂപം എന്ന തന്മാത്ര പ്രത്യേക ഗുണത്തോടു കൂടിയ രൂപതന്മാത്ര അവിടെ ഉണ്ടായി. അങ്ങനെ ലോകത്തിൻ്റെ ആ പ്രകാശാത്മകം ആയിട്ടുള്ള തേജസ് എന്ന ഭൂതത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്.
അപ്പോൾ അതിലത്തെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഉരുബലാൻവിത, തൻ്റെതായ സ്പർശശക്തിയോടുകൂടിയ അനിലഹ, ആ വായു കൂടിയ അനിലഹ അപി, ആ വായുവും. നഭസോ, ആ ആകാശത്തോട് ചേർന്ന്. വികുർവാണഹ, രൂപാന്തരം പ്രാപിച്ചിട്ട്. രൂപതന്മാത്രം, രൂപമെന്ന ആ പ്രത്യേക ഗുണത്തോടു കൂടിയതും. ലോകസ്യ, ലോകത്തിൻ്റെ ലോചനം, പ്രകാശാത്മകവുമായിട്ടുള്ള ജ്യോതി. തേജസ് എന്ന ഭൂതത്തെ സസർജ, സൃഷ്ടിച്ചു. ഉരുബലാൻവിത, തൻ്റെതായ ആ സ്പർശ ശക്തിയോടുകൂടിയിരിക്കുന്ന അനിലഹ അപി, ആ വായുവും. നഭസ, ആകാശത്തോട് ചേർന്നിട്ട്. വികുർവാണഹ, ആ രൂപാന്തരം പ്രാപിച്ചിട്ട്. രൂപതന്മാത്രം, രൂപമെന്ന ആ പ്രത്യേക ഗുണത്തോടു കൂടിയതും. ലോകസ്യ, ലോകത്തിൻ്റെ ലോചനം, പ്രകാശാത്മകവുമായിട്ടുള്ള ജ്യോതി. തേജസ് എന്ന ആ ഭൂതത്തെ സസർജ, സൃഷ്ടിച്ചു. ആകാശത്തിൻ്റെ വലുതായിട്ടുള്ള ആ ബലത്തോടു കൂടിയ ആ വായുവിൽ നിന്നും രൂപമെന്ന തന്മാത്ര ഉത്ഭവിച്ചു എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലോകരുടെ ചക്ഷുസായിരിക്കുന്ന ജ്യോതിസ് രൂപം കൊണ്ടു. അതിലത്തെ പദങ്ങൾ ഉരുബലാൻവിത, തൻ്റെതായ സ്പർശശക്തിയോടുകൂടിയ. അനിലഹ അപി, ആ വായുവും. നഭസ, ആ ആകാശത്തോട് ചേർന്ന്. വികുർവാണഹ, രൂപാന്തരം പ്രാപിച്ച്. രൂപതന്മാത്രം, രൂപമെന്ന ആ പ്രത്യേക ഗുണത്തോടു കൂടിയതും. ലോകസ്യ, ലോകത്തിൻ്റെ ലോചനം, പ്രകാശാത്മകവുമായിട്ടുള്ള ജ്യോതി. തേജസ് എന്ന ഭൂതത്തെ സസർജ, സൃഷ്ടിച്ചു. അതിലത്തെ അന്വയം. ഉരുബലാൻവിത അനിലഹ അപി നഭസാ വികുർവാണഹ, നഭസാ വികുർവാണഹ രൂപതന്മാത്രം ലോകസ്യ ലോചനം ജ്യോതി സസർജ. ഉരുബലാൻവിത അനിലഹ അപി നഭസാ വികുർവാണഹ രൂപതന്മാത്രം ലോകസ്യ ലോചനം ജ്യോതി സസർജ. അതിൻ്റെ അർത്ഥം തൻ്റെതായ ആ സ്പർശശക്തിയോടുകൂടിയ ആ വായുവും ആകാശത്തോട് ചേർന്നിട്ട് ആ രൂപാന്തരം പ്രാപിച്ച് രൂപമെന്ന പ്രത്യേക ഗുണത്തോടു കൂടിയതും ലോകത്തിൻ്റെ പ്രകാശാത്മകമായിട്ടുള്ള ആ ജ്യോതിസ് തേജസ് എന്ന ഭൂതത്തെ സൃഷ്ടിച്ചു. എന്നുകൂടി പറയാം. തൻ്റെതായ സ്പർശശക്തിയോടുകൂടിയ വായുവും ആകാശത്തോട് ചേർന്ന് രൂപാന്തരം പ്രാപിച്ച് രൂപമെന്ന പ്രത്യേക ഗുണത്തോടു കൂടിയതും ലോകത്തിൻ്റെ ലോചനം പ്രകാശാത്മകവും ആയിരിക്കുന്ന തേജസ് എന്ന ആ ഭൂതത്തെ അവിടെ സൃഷ്ടിച്ചു. ഭഗവാന്റെ ആ കൃപാദൃഷ്ടിക്ക് പാത്രമായി തീർന്ന ആ ആകാശം തന്നിൽ നിന്നുണ്ടായ സ്പർശത്തെ കാലം, മായ, ചിതാഭാസം എന്നിവയുടെ സഹായത്തോടെ രൂപാന്തരം പ്രാപിച്ച് വായുവിനെ സൃഷ്ടിച്ചു. ആ നഭസ്സോട് ചേർന്നതും ഉരുബലാൻവിതനുമായിരിക്കുന്ന ആ വായു മറ്റൊരു ഭാവം പൂണ്ടിട്ട് രൂപതന്മാത്രത്തെ സൃഷ്ടിച്ചു. പിന്നെ ലോകത്തിൻ്റെ ലോചനമായിരിക്കുന്ന ജ്യോതിസിനെയും സൃഷ്ടിച്ചു. ഈശ്വര സങ്കല്പവും കാലാംശങ്ങളുമായിട്ടുള്ള അതിൻ്റെ ചേർച്ച കൊണ്ട്, അതാണ് ഇവിടെ പറഞ്ഞ ആ വായുവിന് വികാരം നേരിട്ടപ്പോൾ ആകാശയുക്തമായതിനാൽ അധികം ബലത്തോടു കൂടിയ ആ വായുവിൽ നിന്ന് രൂപതന്മാത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിരിക്കുന്ന തേജസ് ഉണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ആദ്യം ശബ്ദതന്മാത്ര, അതിന് ബലമായിരിക്കുന്ന ആകാശം, ആകാശത്തിനോട് ചേർന്നിട്ട് വായു, സ്പർശതന്മാത്രയായിരിക്കുന്ന വായു, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന തേജസ് അവിടെ ആവിർഭവിച്ചു. അടുത്ത